നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭാരതാംബ അങ്ങനെ കേരളത്തിൽ വലിയ ചർച്ചയാകുന്നു. ഭാരതാംബയെ കൃഷിമന്ത്രി അപമാനിച്ചു എന്ന് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും രാജ്ഭവൻ അറിയിക്കും. രാജ്ഭവന്റെ എല്ലാ പ്രോഗ്രാമുകളിലും ഇനി ഭാരതാംബയുണ്ടാകും. കൃഷിവകുപ്പിന്റെ ഒരു ചടങ്ങുകൾക്കും ഇനി ഗവർണർ പോകില്ല. ഇപ്പോഴും മുഖ്യമന്ത്രി തുടരുന്ന മൗനം തന്നെയാണ് CPIയെ വേട്ടയാടുന്നത്. ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ പുതിയ തലത്തിൽ. BJPയും RSSും ഒക്കെ വിഷയം ഏറ്റെടുത്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കേരളത്തിൽ നിന്ന് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CPIയുടെ രാജ്യസഭാംഗം P. സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്ത് നൽകി. ഈ കത്തിൽ രാഷ്ട്രപതി ഭവൻ നടപടികൾ സ്വീകരിക്കില്ല. എന്നാൽ കേരളത്തിന്റെ കൃഷിമന്ത്രിയെ കാത്തിരിക്കുന്നത് എന്തു നടപടികളാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം തുടരുമ്പോൾ മറുവശത്ത് MV ഗോവിന്ദൻ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിമർശനവുമായാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയത്. ഏതു ഭാരതാംബ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗോവിന്ദൻ തുടങ്ങിയത്. ഭാരതാംബ എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക ചിഹ്നമോ ഔദ്യോഗിക രൂപമോ അല്ല. RSSന്റെ കൃത്യമായ അജണ്ട അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന ഫോട്ടോ മാത്രമാണിത് എന്ന് MV ഗോവിന്ദൻ പറയുന്നു. കാവ്യവൽക്കരണത്തിനുള്ള ശ്രമങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ലിത്. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി ഈ ഫോട്ടോ ഉപയോഗിക്കണമെന്ന് വാശി പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. മന്ത്രിയുടെ നിലപാടാണ് ശരി. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. പൂർണ്ണ പിന്തുണ. ഒരു വർഗീയതയ്ക്ക് മുന്നിലും കേരളം കീഴടങ്ങില്ല എന്ന് MV ഗോവിന്ദൻ. ഗവർണറുടെ സംഘപരിവാർ അനുകൂല നിലപാടുകളാണ് പുറത്തുവരുന്നത് എന്ന് MV ഗോവിന്ദൻ പരിഹസിക്കുന്നു. ഗവർണറുടെ സംഘപരിവാർ അനുകൂല നിലപാടിനെതിരെയുള്ള പ്രചരണ പരിപാടികൾ ആരംഭിക്കുന്നുവെന്ന് CPI പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി ഇന്ന് എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളിലും മരം നടുന്നതിനൊപ്പം ദേശീയ പതാക ഉയർത്താനും സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശം നൽകി. രാജ്ഭവനെ RSS ശാഖയാക്കി മാറ്റാൻ ഇപ്പോൾ ഗവർണർ ശ്രമം നടത്തുന്നുവെന്നാണ് CPI പറയുന്നത്. ഇനി തുടർന്ന് രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ പ്രദർശിപ്പിക്കുമെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നു. എല്ലാ പരിപാടികൾക്കും ഭാരതാംബയുണ്ടാകും. കൃഷിവകുപ്പിന്റെ പരിപാടികളിലൊന്നും ഇനി ഗവർണർ പങ്കെടുക്കില്ല. ഗവർണറുടെ കടുംപിടുത്തം അങ്ങേയറ്റം ഭരണഘടന ലംഘനമാണ് എന്ന് CPI പറഞ്ഞു വയ്ക്കുന്നു. ഭാരതാംബയുടെ ചിത്രം ഇപ്പോൾ വലിയ വിവാദങ്ങളിലേക്ക് കടക്കുമ്പോൾ മറുവശത്ത് BJP രാഷ്ട്രീയ നേട്ടത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. കാവിക്കൊടി എന്തിയ ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഗവർണറും മറുവശത്ത് സർക്കാരും തമ്മിലുള്ള ശീതസമരം. ഈ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിലെത്തിയ മന്ത്രി P. പ്രസാദ് തന്റെ പ്രോഗ്രാം ബഹിഷ്കരിച്ചിരുന്നു. അതിനെ പിന്തുണച്ച് LDF നേതാക്കൾ കൂട്ടത്തോടെ രംഗത്തെത്തി. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ മാറി രാജേന്ദ്ര അർലേക്കർ വന്നതോടെ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയിരുന്നു. ഇതേ തുടർന്നാണ് കൃഷിവകുപ്പിന്റെ പരിസ്ഥിതി ദിനാചരണ ചടങ്ങ് രാജ്ഭവനിൽ നടത്താൻ തീരുമാനമെടുത്തത്. ഗവർണറുമായുള്ള നല്ല ബന്ധം തുടരാനുള്ള സർക്കാർ നീക്കം. എന്നാൽ എല്ലാം തുലച്ചത് കൃഷിമന്ത്രി P. പ്രസാദ്. P. പ്രസാദിന്റെ ബഹിഷ്കരണം CPIക്ക് ഗുണം ചെയ്തു എന്ന് CPI കണക്കുകൂട്ടുന്നു. ഇത് ചർച്ചയാക്കി നിലനിർത്താനും പ്രചരണം നടത്താനും CPI രാഷ്ട്രീയ തീരുമാനം സ്വീകരിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന തുടർ ചലനങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ വെച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കറും കൃഷിമന്ത്രി P. പ്രസാദും സംയുക്തമായി നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇതിനു പിന്നാലെ വേദിയിലെ ചിത്രത്തെക്കുറിച്ചുള്ള അതൃപ്തി രാജ്ഭവൻ അധികൃതരെ കൃഷിവകുപ്പ് അറിയിക്കുകയായിരുന്നു. രാജ്ഭവനിന്റെ സെൻട്രൽ ഹാളിൽ ഈ ചിത്രം നേരത്തെ തന്നെ വെച്ചതാണെന്നും മുൻപ് പല പരിപാടികളും ഈ പശ്ചാത്തലത്തിൽ നടന്നിരുന്നു എന്നും രാജ്ഭവൻ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ ഈ ചിത്രം നീക്കാനാവില്ല എന്ന നിലപാടാണ് ഗവർണർ സ്വീകരിച്ചത്. സംഭവം വിവാദമായതോടെ കൃഷിവകുപ്പിന്റെ പരിസ്ഥിതി ദിനാഘോഷം ദർബാർ ഹാളിലേക്ക് മാറ്റി. മന്ത്രി P. പ്രസാദ് ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ ആവശ്യപ്പെട്ടുവെന്ന് ഗവർണർ തന്നെ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പക്ഷെ അത് മാറ്റാൻ കഴിയില്ല, ചിത്രം മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതുകൊണ്ടാണ് മന്ത്രി എത്താത്തത്. ഇതെന്റെ ചിന്താഗതിയാണ്. പരിസ്ഥിതി പരിപാടിയേക്കാൾ വലുത് മറ്റെന്താണ്? ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമാണ്. അത് മാറ്റാൻ കഴിയില്ല. ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഗവർണർ അറിയിച്ചു. ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണിത്. എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന് പറയുന്നിടത്ത് മതരാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ആളാണ് ഗവർണർ. രാജ്ഭവൻ വേദിയിലുള്ളത് RSS പരിപാടികളിൽ ഉപയോഗിക്കുന്ന ചിത്രമെന്ന് മന്ത്രി P. പ്രസാദ് പിന്നീട് പരസ്യമായി വിമർശനങ്ങൾ ഉയർത്തി. ഭാരതാംബ വിഷയം കേരളത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP തീരുമാനമെടുത്തു.
പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP RSS പ്രവർത്തകർ മന്ത്രിയുടെ ആലപ്പുഴയിലെ വസതിയിലേക്ക് ഇന്ന് മാർച്ച് നടത്തി. മന്ത്രിയുടെ നൂറിനാട് വീടിന് മുന്നിൽ ഭാരതാംബയെ പൂജിക്കാനുള്ള ശ്രമമാണ് CPI തടഞ്ഞത്. CPI മാർച്ച് BJP തടയാനെത്തിയതോടെ ഇരുവിഭാഗവും സംഘർഷത്തിന്റെ വക്കിലെത്തി. ആസേതു ഹിമാചലം, നമ്മുടെ മണ്ണ്, ഭാരതം ഭൂപടത്തിലൂടെ നോക്കുമ്പോൾ ഒരു ദേശം മാത്രമാണ്. പക്ഷെ ദേശത്തിൻ്റെ ആത്മാവാണ് ഭാരതാംബ. ഭാരത് മാത എന്ന സങ്കല്പത്തിലൂടെ നോക്കുമ്പോൾ ഹൃദയമെടുപ്പുള്ള രാഷ്ട്രമായി ഭാരതം നമുക്ക് അനുഭവപ്പെടും. അതിന് നമ്മൾ അമ്മയെ സ്നേഹിക്കണം, ഭാരതാംബയെ അംഗീകരിക്കണം. ഭാരതാംബ പുരാണ കഥകളിൽ ജനിച്ച ഒരു കഥാപാത്രമല്ല, മറിച്ച് മനുഷ്യ മനസ്സുകളിൽ ജനിച്ച ദേശസ്നേഹത്തിൻ്റെ അടയാളമാണ്. ആത്മബോധത്തിന്റെ പ്രതീകമായി, ഒരു രാജ്യസ്നേഹ അടയാളമായി 19ാം നൂറ്റാണ്ടിന്റെ അവസാനം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിനിവേശത്തിൽ നിന്ന് മോചനം നേടാനുള്ള ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഭാരതമാതാവ് എന്ന പ്രതീകം ജനിക്കുന്നത്. പല നാട്ടുരാജ്യങ്ങളോ സംസ്ഥാനങ്ങളോ ആയല്ല ഭാരതം നിലനിൽക്കേണ്ടത്. ഈ തിരിച്ചറിവിൽ നിന്നാണ് ഭാരതാംബയുടെ പിറവി. 1873 കിരൺ ചന്ദ്ര ബാനർജി എഴുതിയ ഭാരതമാത എന്ന ബംഗാളി നാടകത്തിലാണ് നമ്മൾ ആദ്യമായി ഒരു മാതൃദേവതാ സങ്കല്പത്തെക്കുറിച്ച് അറിയുന്നത്. 1770 ബംഗാൾ ക്ഷാമത്തെക്കുറിച്ചും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപം നടത്താൻ ഒരു മാതൃദേവതാ സങ്കല്പം ആളുകളെ എങ്ങനെ പ്രേരിപ്പിച്ചു എന്നതിനെക്കുറിച്ചുമൊക്കെ ഈ നാടകത്തിലൂടെ അവതരിപ്പിച്ചു. പിന്നീട് ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തിലാണ് ഭാരതാംബ കൂടുതൽ മനസ്സുകളിലേക്ക് പടർന്നു കയറിയത്. ഭാരതാംബ അഥവാ ഭാരതമാതാവിന്റെ ചിത്രം സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളാണിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത്. ഭാരതാംബയുടെ ചിത്രം RSS പരിപാടികളിലാണ് സജീവമായി ഉപയോഗപ്പെടുത്താറുള്ളത്. എന്നാൽ ഭാരതാംബ എന്ന സങ്കല്പത്തിന് പിന്നിൽ RSSന് കാര്യമായ പങ്കില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരതാംബ എന്ന ആശയം കൂടുതൽ ശക്തമായി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രൂപം കൊണ്ടതാണ് ഭാരതമാതാവ് എന്ന സങ്കല്പം. ഇതുമായി ബന്ധപ്പെട്ടൊരു മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് അമാനുള്ള ഖാൻ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദരിദ്രനായിരുന്ന അമാനുള്ളയുടെ കഥ. അദ്ദേഹത്തിൻ്റെ പിതാവിനെ വധിച്ചത് ബ്രിട്ടീഷുകാർ. പിന്നീട് മാതാവിനൊപ്പം അമാനുള്ള ഖാൻ കഴിഞ്ഞ കഷ്ടപ്പാടിൻ്റെ ദിനങ്ങൾ. 1837-38 ക്ഷാമകാലത്ത് ഇദ്ദേഹത്തെയും അമ്മയെയും ഒരു മിഷണറി ഗ്രൂപ്പ് ദത്തെടുത്തു. പഠനത്തിൽ വലിയ കഴിവുണ്ടായിരുന്ന അസീമുള്ള ഖാൻ അവിടെ വെച്ച് ഇംഗ്ലീഷിൽ വലിയ പ്രാമുഖ്യം നേടി. പിന്നീട് ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ ഉന്നത ഉദ്യോഗസ്ഥൻ. നാനാ സാഹേബ് പേഷ്വ രണ്ടാമനുമായി അടുത്ത ബന്ധം. ബ്രിട്ടീഷുകാരിൽ നിന്ന് തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ തുക നിന്നുപോയതിനെ തുടർന്ന് അത് പുനഃസ്ഥാപിക്കാൻ അഭ്യർത്ഥനയുമായി നാനാ സാഹിബ് അയച്ചത് അമാനുള്ള ഖാനെ, അതും ബ്രിട്ടനിലേക്ക്. അമാനുള്ള ഖാൻ അഥവാ അസീമുള്ള ഖാൻ തിരികെ ഇന്ത്യയിലേക്ക് വന്നത് നിരാശനായി. എന്നാൽ ബ്രിട്ടനെതിരെ പൊരുതാനുള്ള ആർജവം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തി. നാനാ സാഹേബിൻ്റെ മനസ്സിൽ സ്വാതന്ത്ര്യ സമരമെന്ന സങ്കല്പം കോരിയിടുന്നത് അദ്ദേഹം തന്നെ. പിന്നീടുണ്ടായതെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാരാ ചരിത്രം. പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി ഭാരതമാതാവെന്ന ചിത്രവും രൂപവുമൊക്കെ രൂപം കൊണ്ടു. ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തിൽ ഉത്തരേന്ത്യൻ നാടുകളിൽ നടന്ന ചില മുന്നേറ്റങ്ങൾ മതാത്മക കലർന്നവ. പിന്നീട് 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ഭാരതമാതാവെന്ന സങ്കല്പം നാടകങ്ങളിലും സാഹിത്യകൃതികളിലുമൊക്കെ കടന്നുവന്നു. കിരൺ ചന്ദ്ര ബാനർജി 1873 എഴുതിയ ഭാരത് മാത എന്ന നാടകം ഏറ്റവും പ്രമുഖം. രാജ രവിവർമ്മ പിന്നീട് ഭാരതമാതാവിനെ ചിത്രീകരിക്കുന്നു. അതിനു മുൻപ് അത്തരമൊരു സങ്കല്പത്തെ ചിത്രീകരിച്ചതിന് വലിയ തെളിവുകളൊന്നുമില്ല. 1898 രാജ രവിവർമ്മ ഒരു ചിത്രം വരയ്ക്കുന്നു. 2 സിംഹങ്ങൾക്കൊപ്പം 4 കൈകളുള്ള ഒരു ദേവീ രൂപം. ഭാരതാംബയുടെ ഏറ്റവും ശക്തമായ സങ്കല്പം. രവിവർമ്മയുടെ പേരിൽ മറ്റൊരു ഭാരതാംബ ചിത്രം കൂടി പ്രചരിക്കുന്നുണ്ട്. പിന്നീട് അബനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രം ഏറെ പ്രശസ്തമായി. ബ്രിട്ടീഷുകാർ ബംഗാളിനെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ അതിൻ്റെ പ്രതികരണം. അബനീന്ദ്രനാഥ ടാഗോറിൻ്റെ ഭാരതാംബ ചിത്രം ഏറെ ശ്രദ്ധേയമായി. ശ്രീരാമകൃഷ്ണ പരമഹംസ ഗുരുവായ ഭൈരവി ബ്രഹ്മണിയെപ്പോലുള്ള വൈഷ്ണവ സന്യാസിമാരുടെ വേഷവിധാനമാണ് അബനീന്ദ്രനാഥിൻ്റെ ഭാരതാംബയിൽ ഉപയോഗപ്പെടുത്തിയത്. പിന്നീട് നിരവധി ഭാരതമാതാ സങ്കല്പങ്ങൾ ചിത്രങ്ങളായി രൂപപ്പെട്ടു. ദേശസ്നേഹി എന്നറിയപ്പെട്ടിരുന്ന ചിത്രകാരൻ രൂപ് കിഷോർ കപൂർ 1931 രചിച്ച ഭാരതമാത ലിത്തോഗ്രാഫിന് ഇന്ന് RSS പരിപാടികളിൽ കാണുന്ന ചിത്രത്തോട് സാമ്യമുണ്ട്. മിക്ക രചനകളിലും ഭാരതാംബയെ ത്രിവർണ്ണ പതാകയേന്തി നിൽക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രൂപ് കിഷോർ വരച്ച ഭഗത് സിംഗ് തന്റെ തലയെറുത്ത് ഭാരതമാതാവിന് സമർപ്പിക്കുന്ന ചിത്രം ബ്രിട്ടീഷ് അധികാരികളെ പ്രകോപിപ്പിച്ചു. ഇപ്പോൾ മന്ത്രി P. പ്രസാദ്
ബഹിഷ്കരിച്ച ചടങ്ങിലെ ഭാരതാംബയുടെ കൈകളിലുള്ളത് ത്രിവർണ്ണ പതാകയല്ല. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ആ കൊടിക്കേറെ സാമ്യം RSSന്റെ പതാകയോട്. ഇതാണ് CPMനെയും CPIയെയും ഒക്കെ അലട്ടുന്നത്. ബംഗാൾ നവോത്ഥാന കാലത്ത് ഭാരത് മാതാവിനോട് സമാനമായ ബോങ്കോമാത എന്ന സങ്കല്പം ഉച്ചത്തിലായി. ഈ സങ്കല്പത്തിന്റെ വിശാലമായ ദേശീയ ആകർഷണം പിന്നീട് മുഴുവൻ ഇന്ത്യയെയും പ്രതീകപ്പെടുത്തുന്ന ഭാരത് മാത എന്ന പേര് സ്വീകരിക്കുന്ന തലത്തിലെത്തി. ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന ചില ഏടുകളുണ്ട്. രജപുത്ര രാജാക്കന്മാരായാലും മറാത്തക്കാരായാലും മിക്കവാറും എല്ലാ വംശങ്ങളിലുമുള്ള രാജാക്കന്മാർ അവരുടെ സൈന്യങ്ങളെ യുദ്ധക്കളത്തിലേക്ക് അയക്കുന്നതിന് മുൻപ് കുലദൈവങ്ങൾക്ക് മുൻപിൽ പ്രാർത്ഥനയർപ്പിക്കുന്ന ആ കാഴ്ച, ദേവിയുടെ അനുഗ്രഹം അവരെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ദുർഗയും കാളിമാതാവും മുംബാദേവിയും ചണ്ഡികയും ഒക്കെ നമ്മുടെ പൂർവികർ ആരാധിച്ച ദേവി മൂർത്തികൾ തന്നെ. സിംഹത്തിന് മുകളിലിരുന്ന് സവാരി ചെയ്യുന്ന ശക്തിശാലിനി ദുർഗയും വെട്ടിമുറിച്ച തലകൾ കോർത്ത മാലകളണിഞ്ഞ കാളിയും ശക്തിയെ കാണിച്ചു തരുന്ന പ്രതീകങ്ങൾ തന്നെ. കുലദേവതകൾ പ്രതീക്ഷയുടെ വരകളായി. പിന്നീട് ആ വിശ്വാസം ഭാരതമാതാവിൻ്റെ സൃഷ്ടിക്കും പ്രചോദനമായി. സ്വാതന്ത്ര്യ സമരകാലത്ത് ഭാരതമാതാവിൻ്റെ പ്രതിച്ഛായ ശക്തിയുടെയും ധീരതയുടെയും ഏതാണ്ട് കുലദേവത സമാനമായ ഒരു ചിത്രമായി മാറി. ആ സങ്കല്പമാണ് പിന്നീട് ഭാരതമാതാവ് എന്ന തലത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കുടിയേറിയത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ തുടങ്ങി പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാരത് മാതാ കീ ജയ് എന്ന് മുദ്രാവാക്യം മുഴക്കുന്നത് രാഷ്ട്രീയ കക്ഷികളുടെ കൊടിയടയാളങ്ങൾ നോക്കിയല്ല. നമ്മൾ ജയിക്കുമ്പോഴും തളരുമ്പോഴും നമുക്ക് ആശ്വാസം വേണ്ടപ്പോഴുമൊക്കെ ഭാരത് മാതാവിനെ നമ്മൾ ഉച്ചത്തിൽ ജയ് വിളിക്കും. ആ മുദ്രാവാക്യം ഭാരതത്തിന് താങ്ങാണ്. മതങ്ങൾക്കും ഭാഷകൾക്കും അപ്പുറം അത് ഒരു ദൈവികതയാണ്. നമ്മുടെ തലമുറയ്ക്ക് ആത്മബോധം പകർന്നു നൽകിയ ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ ഇന്നും നെഞ്ചേറ്റുന്നവരാണ് ഭാരതീയർ. വഴികാട്ടിയായ പൂർവികരുടെ സംസ്കാരത്തിൽ നിന്നാണ് ഭാരതാംബ എന്ന സങ്കല്പം കൂടുതൽ ശക്തിപ്പെട്ടത്. വരും തലമുറകൾക്കും ഊർജമാകാൻ ഭാരതാംബ എന്ന സങ്കല്പത്തിന് കഴിയും. ഭാരതാംബ ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്നുവെങ്കിൽ അത് കൂടുതൽ ഉച്ചത്തിലാവട്ടെ എന്ന് നമുക്ക് ധൈര്യമായി പറയാം. കാരണം ഈ സങ്കല്പം ഇനിയും പുതുതലമുറയിലേക്ക് ഒരുപാട് കടന്നു വരേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.